വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഈവനിങ് കേക്ക് ഞാൻ ചേച്ചിയോടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി എനിക്ക് ചായയൊക്കെ ഇട്ട് ബിസ്ക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഞാനത് കുടിക്കുന്നതാണ് നിങ്ങളായിട്ടൊന്ന് എൻ്റെ ചെറിയൊരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ വന്നതെന്ന് ചേച്ചി എനിക്ക് ചായയും ഫുഡ് അങ്ങനെയെല്ലാം ആണ്. അപ്പം ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ ചേച്ചി ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാനങ്ങനെ വീട്ടിൽ നമ്മുടെ വെക്കേഷനൊക്കെ പറയുന്നത് ഇടയ്ക്ക് ഇവിടെ വരിക അങ്ങനെയൊക്കെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ട് ഇരുന്ന് കളിക്കുന്നതും അവരെയൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ ചേച്ചി ഞാൻ ചായയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഞാനൊന്ന് കുടിക്കട്ടെ. ചേച്ചി ചൂടൊക്കെ ആയത് കാരണം നമ്മുടെ ചൂടൊക്കെ മാറ്റി തന്നിട്ടുണ്ട്. ഞാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്ലാസ്സിലൊക്കെയാണ് തന്നത്. അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? ചൂടൊക്കെ എങ്ങനെയാണ്? എല്ലാവരും സേഫാണോ? നമ്മളിപ്പോൾ കുറച്ച് നാളായി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടും, പിന്നെ പോകുമ്പോൾ പിന്നെ ഇടില്ല. അപ്പം അങ്ങനെ എന്തോ ഒരു തടസ്സം പോലെ എത്ര നമ്മൾ എടുക്കാൻ നോക്കുമ്പോഴും ഇടയ്ക്കൊരു ഇത് വരുന്നു. എന്താണെന്നറിയില്ല. നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിലെല്ലാം വീഡിയോസൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. അറിയാം എങ്ങനെയാണ്. കുടിച്ചു നോക്കട്ടെ. അടിപൊളി ചായ. കൂട്ടുകാരെ ഞാനിങ്ങനെ ഒരുപാട് ഇടയ്ക്ക് വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് കുറച്ചധികം ഒരു ചേച്ചിയുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഏതിലാണ് വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ട് കുറച്ച് നാളായി. കണ്ടു സത്യം പറഞ്ഞാൽ ഒരു നെറ്റിലായിരുന്നു. കാരണം ദിവ്യ ജോണി എന്നൊരു ചേച്ചി, ആ ചേച്ചിയുടെ വീഡിയോ പ്രസവത്തോട് തുടർന്ന് ഇങ്ങനെ പ്രസവത്തോടെ ഒരു ഇതിൽ പ്രസവം കഴിഞ്ഞപ്പോൾ ഈ ഡിപ്രഷനൊക്കെ വരൂലേ, അങ്ങനെ ചേച്ചിയുടെ ആ ഒരു ഡിപ്രഷൻ്റെ ഒരു ഇത് കാരണം ചേച്ചിയുടെ ഒരു ഇത് കൂടി എന്നെ മരിക്കാനൊരു സിറ്റുവേഷൻ വന്നു. അപ്പം പിന്നെ അത് ചേച്ചിക്ക് പിന്നെ അതിന് ശേഷം അത് തുറന്ന് പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഞാൻ അന്ന് കണ്ടത്. സത്യം പറഞ്ഞാൽ ചേച്ചി ഒരു നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇങ്ങനെ മാരേജൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒരു ഇഷ്യൂസും പിന്നെ കുട്ടി ജനിച്ചതിന് ശേഷമുള്ള ഒരു ബുദ്ധിമുട്ടും. അപ്പം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാണെങ്കിലും അവരിങ്ങനെ ഇതാക്കുമെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ ആ സമയത്ത് അതുകൂടി ഇല്ലാതിരുന്നപ്പം ആ സമയത്തുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു നിമിഷം തോന്നുന്ന ഒരു കയ്യബദ്ധമാണ്. പിന്നെ നമുക്ക് എത്ര പിന്നെ തിരിച്ചു പിടിക്കാൻ നോക്കിയാലും പറ്റാത്ത കാര്യം. അപ്പോൾ ആ ചേച്ചിയുടെ ഇത് ഞാൻ അന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഒരു ഡിപ്രഷൻ എന്ന് പറയാൻ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. നമ്മൾ തന്നെയാണ് ഇപ്പോൾ വീട്ടിലിരിക്കുന്നതാണെങ്കിൽ നമ്മൾ വീട്ടിലായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴും നമ്മുടെ ചിന്തകളും പല രീതിയിൽ പോകും. അപ്പം അങ്ങനെയുള്ളിടത്തപ്പം ഈ ഒരു നമ്മുടെ പ്രസവം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അമ്മമാരെയൊക്കെ സമ്മതിക്കണമെന്ന് പറയും. കാരണം അതൊരു നിസ്സാരപ്പെട്ട കാര്യമില്ല. പക്ഷെ ആ ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ചേച്ചിയെ കുറിച്ച് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം പിന്നെ ആ ചേച്ചി അതല്ല ആ ചേച്ചിയുടെ ഒരു ഇതൊക്കെ ആയിട്ട് പിന്നെയും ഇപ്പോഴാണ് ഞാൻ ആ ചേച്ചിയുടെ ഒരു പോസ്റ്റ്, ചേച്ചിയുടെ അല്ല വേറൊരാളുടെ പോസ്റ്റ് കണ്ടത്. ആ ചേച്ചി ആത്മഹത്യ ചെയ്തിരിക്കുന്നു, പക്ഷേ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. അപ്പം അത് കണ്ടപ്പോൾ ഒരു നെട്ടിലായിരുന്നു. കാരണം ആ ചേച്ചി എല്ലാം തരണം ചെയ്തൊക്കെ വന്നിട്ട് പിന്നെയും ചേച്ചി സഹിക്കാൻ പറ്റി. കാരണം നമ്മളെ ഇല്ലെങ്കിലും തളർത്താതിരിക്കുക, അതാണ് നമ്മൾ ഏറ്റവും വേണ്ടത്. കാരണം ആ ചേച്ചി പറയണതൊക്കെ കേൾക്കാനും ചേച്ചി ഒന്ന് ചേർത്ത് പിടിക്കാനും ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് നമുക്കതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒത്തിരി സമയം കേട്ടിരിക്കാനും ഇപ്പോൾ ആർക്കും സമയമില്ല. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പലരെയും മറന്നു പോകാറുണ്ട്. പലരുടെ സിറ്റുവേഷനൊന്നും എന്താ പറയുക, ആരും ഒന്നും മനസ്സിലാക്കാൻ ആരും ശ്രമിക്കാറില്ല. നമ്മൾ തന്നെയാണ് ഇപ്പം എൻ്റെ ഒരു ഇത് ഞങ്ങളെപ്പോലുള്ളവർ ഇത് വെച്ച് പറയുകയാണെങ്കിലും നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരാളാണ്. വീട്ടിലിരുന്ന് ഇപ്പം കൂടുതലായിട്ടും വീട്ടിലിരുന്ന് എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാൻ എല്ലാവരും ഇപ്പം നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മളെ എന്താ പറയുക താഴ്ത്തി കെട്ടി നമ്മളെ കളിയാക്കി പരിഹസിച്ച് സഹതാപത്തോടെയൊക്കെ നോക്കുന്ന ഇപ്പോഴും ഉണ്ട്. അതുകൂടെ ഇപ്പം എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ പറയാം.
എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മോഹൻലാൽ സാറിനെ നേരിട്ടൊന്ന് കാണുകയും എൻ്റെ ഒരു കഴിവ് എൻ്റെ ഇത് കഴിവിൽ സാറിൻ്റെ ചിത്രം വരച്ചൊന്ന് നേരിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സാറിനെ നേരിട്ട് കാണണം, എൻ്റെ ചിത്രം കൊടുക്കണം, അത്രയും ഞാനും പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പോയതും. എൻ്റെ ഒരു കഴിവ് സാറ് അത് അംഗീകരിക്കുകയും എന്നെ ചേർത്ത് പിടിച്ച് എന്നെ അഭിനന്ദിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ പരം ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞാൽ. നമ്മളതേ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ അത് പിന്നെ അങ്ങോട്ട് എന്നെ കാണുന്നവരും എന്നോട് ഏറ്റവും കൂടുതൽ ഞാൻ പിന്നെ അതിന് ശേഷം ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ആദ്യം തന്നെ എന്നെ ഒരുപാട് പ്രശംസിച്ച് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇത്രയും വലിയ ആളുടെ അടുത്ത് പോവുകയും നേരിട്ട് കൊടുക്കാനും ഒരു അവസരം കിട്ടിയല്ലോ എന്ന് അത്രയും ചേർത്ത് പിടിച്ച് പറയുന്നവരും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതുപോലെ തന്നെ എനിക്ക് വേറൊരു ചോദ്യം കൂടി നേരിടേണ്ടി വന്നു. വേറൊന്നുമല്ല, സാറെന്ത് തന്നു, എന്നെ സാർ ഇത്ര തന്നു, ഇനി വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഇവിടെ നിന്നും പല റിലേറ്റീവ്സ് അങ്ങനെ എല്ലാവരെയും ഒന്നും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എവിടെ പോയാലും എന്നെ കാണുന്നവർ ചോദിക്കുന്നത് അതൊക്കെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ ഒന്നും കിട്ടിയിട്ടുമില്ല. ഞാനത് പ്രതീക്ഷിച്ചില്ല. സാറിന് എൻ്റെ ചിത്രം കൊടുക്കുക, സാറിനെ എന്താ പറയുക, ഇത്രയും വലിയൊരു നടൻ്റെ മുമ്പിൽ നമുക്ക് എന്നെ റൂമിൽ മാത്രമായിട്ട് ഇരുന്ന് എനിക്ക് സാറിനെ ഒന്ന് കാണാൻ പറ്റിയെന്ന് തന്നെ പറയുന്നത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിൽ പരം ഒരു വലിയൊരു സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ പറ്റിയെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ വീട്ടുകാർക്കും അത് തന്നെയായിരുന്നു. എൻ്റെ വീട്ടുകാരെ ഒന്ന് സാറിനെ ഒന്ന് കാണിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതെനിക്ക് നടന്നു. പക്ഷെ ഞാനങ്ങനെ വിചാരിച്ചു. പക്ഷെ എന്നോട് കോടീശ്വരി അതിന് ജീവിതമൊക്കെ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അന്നത്തെ ഞാനാണ് ഇന്നും. എൻ്റെ അമ്മ ജോലി ചെയ്യുന്നതിലൂടെയൊക്കെ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ലെന്ന് ഇന്ന് വരെ ഞാൻ പറയത്തില്ല. ചാനലിന് കുഞ്ഞൊരു തുകയാണെങ്കിൽ പോലും നമുക്ക് 4 വട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ചാനലിൻ്റെ പേരിൽ നിന്നും കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരു വട്ടം നമ്മുടെ $100 കയറിയാൽ മതി, ബാക്കി പിന്നെ എല്ലാ മാസവും കിട്ടും എന്നൊരു ചോദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഇത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളും എല്ലാം പോകുന്നത്. പൊതുവേ ഉള്ള ഒരു സംസാരമാണ് നമ്മളെ പോലുള്ളവർക്കൊക്കെ ഒരുപാട് ക്യാഷ് വരുന്നുണ്ട്. എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, നേരിട്ട് അനുഭവിച്ച കാര്യമാണ്. കൂട്ടുകാരെ അത്രയും ക്യാഷൊക്കെ നമുക്ക് ഒരുപാടൊന്നും നമ്മളും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി സ്വസ്ഥമായിട്ട് അന്നന്ന് ജോലി ചെയ്യുന്നതിൽ കൂടെ അത്രയും ഒരു ടെൻഷൻ ഇല്ലാതെ ഒരിത്തിരി സ്വസ്ഥമായിട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ അത്രയും ക്യാഷൊക്കെ കിട്ടിയെങ്കിൽ ഞാൻ ഈ വഴിയും ശരിയാക്കി എൻ്റെ വീട് പോകുമെന്ന് നിങ്ങൾ പറയുന്ന പോലെ ഒന്ന് സെറ്റാക്കി എടുക്കില്ലേ. പക്ഷെ അങ്ങനെയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ എന്താ പറയുക, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിന് എന്തുമാത്രം എനിക്കൊരു ജോലിയൊക്കെ കിട്ടി അങ്ങനെയൊക്കെ അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ അതാണ് ഇത് പൊതുവേ ഉള്ളൊരു ഇതാണ്. ഒരുപാട് ക്യാഷ് കിട്ടുന്നു പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ അച്ഛനമ്മമാർക്ക് സർക്കാരിൽ നിന്നൊക്കെ ഇങ്ങനെ ജോലി എന്നൊരു സംശയം കൂടി ഉണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എൻ്റെ അമ്മ ഡെയിലി വേജസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ആയെന്ന് പറഞ്ഞിട്ട് നമ്മളെ വീട്ടുകാർക്ക് പ്രത്യേകിച്ച് നമുക്ക് കിട്ടുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ പെൻഷൻ കിട്ടുന്നുണ്ട്, സ്കോളർഷിപ്പ്, അത്രയൊക്കെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു വന്ന ഡിപ്രഷൻ്റെ കാര്യമാണ്. ഇപ്പം നമ്മളെ വീട്ടുകാരുടെ അടുത്താണെങ്കിലും നമ്മുടെ കുറവുകളൊന്നും അവർക്കത് കാര്യമാക്കാതെ നമ്മൾ എത്രത്തോളം സന്തോഷത്തോടെ കൊണ്ടുപോകാൻ പറ്റും, നമ്മൾ എത്രത്തോളം പുറത്തൊക്കെ കൊണ്ടുപോയി നമ്മുടെ മൈൻഡ് ഒന്ന് ഇതാക്കാൻ നോക്കുമ്പോൾ ഓരോരുത്തരുടെ ചോദ്യവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് തന്നെ ഒരു സങ്കടമാവും, പിന്നെ അവർക്ക് തന്നെ ഒരു വിഷമമാവും. ഇങ്ങനെ ഒരുപാട് കളിയാക്കലും സഹതാപവും പരിഹാസവും ഒക്കെ അവരും കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ തലോടിയില്ലെങ്കിലും ഇങ്ങനെ ഉപദ്രവിക്കരുത്, എനിക്ക് അതേ പറയാനുള്ളൂ. കാരണം ഇപ്പം നമുക്ക് കാണുന്നതാണല്ലോ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും. നമ്മളെ പോലെയുള്ളവർ ഒരുപാട് പേര് ഇപ്പോൾ വീഡിയോസിലൊക്കെ ഉണ്ട്. അത് ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ്. പക്ഷെ അതിലും ഉണ്ട് കേട്ടോ നെഗറ്റീവ് കമൻറ്റുകൾ, ഒരുപാട് അനാവശ്യമായിട്ടൊക്കെ പറയുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും പറയാതിരിക്കുക. എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്താൻ പറ്റിയില്ലെങ്കിൽ പോലും ഉപദ്രവിക്കരുത്, എനിക്ക് അതേ പറയാനുള്ളൂ. നമ്മുടെ വീട്ടുകാർക്കായാലും
നമുക്കായാലും ഒരു ഡിപ്രഷൻ പോലെയൊക്കെ വരും. അങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്. കൂട്ടുകാരെ, ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നമ്മൾ എത്ര ഇതായുള്ളൂ, ജീവിതം ഒന്നേ ഉള്ളൂ എല്ലാവർക്കും. അപ്പം നമ്മൾ പറ്റുന്ന പോലെ നമുക്ക് നമുക്ക് വേറെ രീതിയിൽ ഉപകരിച്ചില്ലെങ്കിലും നമ്മൾ ഒരു വാക്കുകൊണ്ടോ ഒരു ചേർത്ത് പിടിക്കലുണ്ടോ നമുക്കത് വലിയൊരു ആശ്വാസമായിരിക്കാം ആ ഒരു നിമിഷം. അപ്പം അങ്ങനെ ചേർത്ത് നിർത്തുമ്പം അവർക്ക് അത്രയും ഇതായിട്ട് വിഷമിച്ചിരിക്കുന്നവർക്ക് പോലും ആ സമയം അവരുടെ മനസ്സിനൊരു ആശ്വാസം ഉണ്ടാവും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള ഡിപ്രഷൻ കാരണം ഉള്ള ഒരു സൂയിസൈഡ് അങ്ങനെ ഒന്നും നമ്മുടെ കാണത്തില്ല. നമ്മൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് പിന്നെ കാണേണ്ടി വരില്ല. നമ്മൾ ചേർത്ത് പിടിക്കണം. കൂട്ടുകാരെ, ഞാൻ ഇത്രയും പറഞ്ഞത് അതൊന്ന് കണ്ടപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷനും കൂടി എൻ്റെ ഒരു സങ്കടം ഞാൻ പറഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെ ഒരു കുടുംബത്തിലെ ഒരാളെ പോലെ തന്നെയാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. എന്നെ ചേർത്ത് നിർത്തിയതും എൻ്റെ ചാനൽ ഇത്രത്തോളമെങ്കിലും ആക്കിയെടുത്തതും നിങ്ങളൊക്കെ തന്നെയാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം എനിക്ക് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു പ്രചോദനം. കാരണം എനിക്ക് മുന്നോട്ട് വീഡിയോസ് ഇടാനും എല്ലാം ഒരു പ്രചോദനം നൽകുന്നത് നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ തന്നെയാണ്. ഇടയ്ക്ക് നിങ്ങളെല്ലാം ഇടയ്ക്ക് എനിക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ ഇങ്ങനെ കോൾ ചെയ്ത് നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് ഉണ്ടാവണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.